സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതയാണ് രേണു സുധി. മിമിക്രി താരം കൊല്ലം സുധിയുടെ ഭാര്യയാണ് രേണു. സുധിയുടെ അപ്രതീക്ഷിതമായ മരണത്തോടെ ഒറ്റപ്പെട്ടുപോയ കുടുംബത്തെ മുന്നോട്ട് നയിക്കാൻ രേണു നടത്തുന്ന കഷ്ടപ്പാടുകളെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. എന്നാൽ സോഷ്യൽ മീഡിയയിൽ നിന്നും കടുത്ത വിമർശനങ്ങളും അധിക്ഷേപങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് രേണുവിന്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ താരം ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം ചെയ്ത രേണുവിൻ്റെ റീൽ വൈറലായിരുന്നു. ഇപ്പോഴിതാ രേണുവിനൊപ്പമുള്ള പുതിയ ചിത്രവുമായി എത്തിയിരിക്കുകയാണ് ദാസേട്ടൻ. അടുത്ത റീൽ ഒരുങ്ങുകയാണെന്നാണ് ചിത്രം പങ്കുവച്ചുകൊണ്ട് ദാസേട്ടന് പറയുന്നത്. പിന്നാലെ നിരവധി പേരാണ് കമൻറ്റുകളുമായി വരുന്നത്. റീലിനായി കാത്തിരിക്കുകയാണെന്നാണ് ആരാധകർ പറയുന്നത്. അതേസമയം നല്ല കമൻറ്റുകൾ മാത്രമല്ല ചിത്രത്തിന് ലഭിക്കുന്നത്. ചിലർ വളരെ മോശം ഭാഷയിൽ അധിക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട്. ചില അധിക്ഷേപ കമൻറ്റുകൾക്ക് രേണു തന്നെ മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട്. നേരത്തെയും വിമർശനങ്ങൾക്ക് ചുട്ട മറുപടി നൽകാറുണ്ട് ശ്രുതി. കല്യാണം കഴിച്ചോ എന്നായിരുന്നു ഒരു കമൻറ്റ്. ഇല്ല, കഴിച്ചാൽ അറിയിക്കാമെന്നായിരുന്നു ശ്രുതിയുടെ മറുപടി. ശ്രുതി അണ്ണൻ പോലും ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടില്ലായിരുന്നു മറ്റൊരു കമൻറ്റ്. ആഹാ, ഞാനും എൻ്റെ കെട്ടിയനും പിടിച്ചപ്പോൾ നിന്നെ വിളിക്കാൻ മറന്നതാ, സോറി കേട്ടോ. ശ്രുതിയേട്ടനെ കെട്ടിപ്പിടിച്ചിട്ടില്ല കേട്ടോ, പക്ഷേ സുധിച്ചേട്ടൻ്റെ 2 മക്കളുടെ അമ്മയാ, ഇവനൊക്കെ എവിടെ നിന്ന് വരുന്നു എന്തോ എന്നായിരുന്നു രേണുവിൻ്റെ മറുപടി. ദാസേട്ടൻ റീനുവിനെ കെട്ടണം എന്നായിരുന്നു മറ്റൊരു കമൻറ്റ്. റീനു ആരാ? ദാസേട്ടന് നല്ലൊരു ഭാര്യയും മക്കളുമുണ്ട്. പിന്നെ ഞാൻ ആരെ കെട്ടണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അദ്ദേഹം എൻ്റെ സഹോദരനാണ്. ദാസേട്ടൻ എൻ്റെ ചങ്ക് ബ്രോയാണ് എന്നാണ് അതിന് രേണു നൽകിയ മറുപടി. എന്നാണ് നിങ്ങൾക്ക് ചങ്കായത്? നിങ്ങൾ വന്ന വഴി മറക്കരുതേ. നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിക്കാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ സുധിച്ചേട്ടൻ കാരണം നിങ്ങളെ ഞങ്ങൾ അറിഞ്ഞു. അന്ന് തൊട്ട് നിങ്ങളെ ഞങ്ങൾക്കറിയാം. പക്ഷേ ഇപ്പോൾ സുധിച്ചേട്ടനെയാണ് മനസ്സിലുള്ളത്. ആ ചേർത്ത് പിടിക്കലൊക്കെ സുധിച്ചേട്ടൻ്റെ ആത്മാവ് ആസ്വദിച്ചു എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതേ എന്നും ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അയാൾക്ക് ദീർഘമായൊരു മറുപടിയാണ് രേണു നൽകുന്നത്. ആരാടാ വന്ന വഴി മറന്നത്? അതിന് ഞാൻ ഇപ്പോഴും വന്ന വഴി തന്നെയാണ്. ഞാൻ ആരുടെയൊപ്പം ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഞാനങ്ങ് തീരുമാനിച്ചോളാം. ജീവനോടെ ഉള്ളപ്പോൾ സുധിച്ചേട്ടന് ഒരു പ്രശ്നം വന്നപ്പോൾ നീയൊക്കെ എവിടെയായിരുന്നോ? പുള്ളി ഈ ലോകം വിട്ടു പിരിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞ് നീയൊക്കെ വന്നു. പുള്ളിയുടെ മക്കൾക്ക് ഒരു ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുത്തിട്ട് പറയടാ കുറ്റം എന്നാണ് രേണു നൽകിയ മറുപടി. അതേസമയം രേണുവിനെ പിന്തുണയായും ആളുകൾ എത്തുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ അവരെ ഓരോന്ന് പറയുന്നത്? ഭർത്താവില്ലെന്ന് കരുതി അവർക്ക് ജീവിക്കണ്ടേ? അവർ എങ്ങനെയും ജീവിക്കട്ടെ, കഷ്ടം തോന്നുന്നു എന്നായിരുന്നു ഒരാളുടെ കമൻറ്റ്. ഞാൻ ആത്മഹത്യ ചെയ്താൽ തീർന്ന പ്രശ്നമേ ഉള്ളൂ, ഈ കുറേ അവന്മാർക്കും അവളുമാർക്കും എന്നായിരുന്നു ആ കമൻറ്റിന് രേണു നൽകിയ മറുപടി. രേണുവിൻ്റെയും ദാസേട്ടൻ്റെയും അടുത്ത റീലിനായി കാത്തിരിക്കുകയാണ് ആരാധകർ.